ദേവീ ശരണം അമ്മേ. സ്യാനന്ദൂരപുരത്തിലെത്തിയകമേഹാ നീ തെളിഞ്ഞാടിടും സദാ നേരം നിൻ തിരുനാമമങ്ങുരുവിടും സൽഭക്തരെങ്ങെങ്ങുമേ. തീയും കൂട്ടികലങ്ങളിൽ മധുരമാം അന്നം പജിപ്പോർക്കയേ നീ താനെന്നുമൊരാശ്രയം സുഹൃതിയാമെന്നാറ്റുകാലേശ്വരീ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം സപ്തമസ്കന്ധം 24-ാമത്തെ അധ്യായം ഹരിശ്ചന്ദ്ര ചരിതമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചണ്ഡാലൻ്റെ ദാസ്യനായി പോയ ഹരിശ്ചന്ദ്ര മഹാരാജാവ് അവൻ പറഞ്ഞതനുസരിച്ച് ശ്മശാനത്തിലെ കാവൽക്കാരനായിട്ട്, കാശി പിരിക്കുന്ന കാവൽക്കാരനായിട്ടിതാ ജോലി തുടങ്ങിയെന്ന് പറയുകയാണ്. സൂതൻ പറഞ്ഞുകൊണ്ട് പോണു. കുറച്ചു കാലം അങ്ങനെ ഹരിശ്ചന്ദ്ര മഹാരാജാവിന് ചണ്ഡാലൻ്റെ ഭൃത്യത്വം സ്വീകരിച്ച ശ്മശാനത്തിൽ ശവം ചൊടുന്ന കൂലി വാങ്ങുന്നവനായിട്ട് കഴിയേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള അവൻ ആ ചണ്ഡാലൻ നിർദ്ദേശിച്ചതനുസരിച്ചിട്ട് ഹരിശ്ചന്ദ്രൻ ആ ചുടലക്കാട്ടിലേക്ക് പോയി. കാശിപുരിക്ക് തെക്ക് ഭാഗത്തുള്ളത് ധാരാളം ശവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ശ്മശാനം, പല ശവങ്ങൾ ഇതാ അങ്ങനെ അവിടെ കത്തിക്കൊണ്ടിരിക്കണു. 4 ഭാഗം ദുർഗന്ധമാണ് അവിടെ വമിക്കുന്നത്. ശബ്ദമുഖരിതം, കരച്ചിലുകൾ, ദീനങ്ങൾ, ജനങ്ങളുടെ. പിന്നെ പണ്ട് കാലത്തൊക്കെ, ഇന്നൊക്കെ നാടിൻ്റെ നടുവിലായി, ഇപ്പോൾ വീടിൻ്റെ അകത്ത് അല്ലേ, സെൽഫ് കണ്ടെയ്ൻഡ് ആണല്ലോ ഇപ്പോൾ പതിവ്, എല്ലാ ഫ്ലാറ്റിൻ്റെയും അകത്താണല്ലോ. പണ്ടൊക്കെ ഗൃഹത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് പറമ്പിലാണ് ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഗൃഹത്തിൻ്റെ ഉള്ളിലായി. അതേമാതിരി പണ്ട് ഈ ശവങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന ശ്മശാനമൊക്കെ കാട്ടിലാണ് ഉണ്ടാവുക. ആ ഗ്രാമം ഒക്കെ വിട്ട് കുറച്ച് അകലെയായിട്ടൊക്കെ നടക്കണം. ഒരു 1-2 കിലോമീറ്ററൊക്കെ എങ്കിലും ഒക്കെ നടന്ന് ഒരു കാട്ടിലെത്തി, കാട്ടിലൊക്കെ ആയിരിക്കും അത് ചെയ്യുക. കാരണം അതിൻ്റെ ദുർഗന്ധമൊന്നും വരരുത് എന്നുള്ള കാരണം കൊണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നാട്ടിൽ തന്നെയാണ്. പിന്നെ പലയിടങ്ങളിലും പല വലിയ വലിയ സിറ്റികളിലും ഇപ്പോൾ ദഹിപ്പിക്കുക എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ ഇലക്ട്രിക്കൊക്കെ ആയി. അപ്പോൾ പിന്നെ മണവും കാര്യങ്ങളൊന്നും ദുർഗന്ധമൊന്നും ഉണ്ടാവാതെ കണ്ടായി. ഇതിപ്പോൾ ഈ ശ്മശാനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ദൂരെയുള്ള ഒരു ഭാഗത്താണ് എന്ന് നമുക്ക് കരുതാം. അവിടെ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്നുണ്ട്. കുറുനരികൾ, ചെന്നായ്ക്കളൊക്കെ, കഴുകന്മാർ, നായ്ക്കൂട്ടങ്ങൾ ഒക്കെ അവിടെ ഇങ്ങനെ ഒളിയിട്ടുകൊണ്ടും ശബ്ദമുണ്ടാക്കിക്കൊണ്ടും 4 ഭാഗത്ത് അസ്ഥികൾ അവിടെ ഇങ്ങനെ ഇതാ കൂടിക്കിടക്കണു. ഓരോരോ ശവം ദഹിപ്പിച്ച് കഴിഞ്ഞാൽ ഈ അസ്ഥിയൊന്നും ദഹിക്കില്ലല്ലോ. മാംസമൊക്കെ അല്ലേ അഗ്നിയിൽ ദഹിച്ച് ഭസ്മായി പോളൂ, അസ്ഥിയൊന്നും ദഹിക്കില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യും? ആ അസ്ഥികളൊക്കെ വലിച്ചിതാ അങ്ങോട്ടെറിയും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവിടെ ഈ കഴുകനും കുറുക്കനും നായ്ക്കൂട്ടങ്ങളും കുറുനരികളും ഒക്കെ അവിടെ ഇങ്ങനെ
കൂടിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഈ അസ്ഥികളൊക്കെ ഇങ്ങനെ അവിടെ കിടക്കുന്നത് കാരണം കൊണ്ട് ആ ദുർഗന്ധം 4 ഭാഗത്തുണ്ട്. പിന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും കാശിയിലൊക്കെ ഈ ഹരിശ്ചന്ദ്രഘാട്ട് മുതലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വലിയ വിശേഷമാണെന്നാണ് പറയണത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ബുക്കിങ്ങൊക്കെ ആവണം. ചിലപ്പോൾ ഇന്നൊക്കെ മരിച്ചാൽ നാളെ മറ്റന്നാളൊക്കെ കിട്ടുള്ളൂ എന്നാണ് പറയണത് ആ ശ്മശാനത്തിൽ ദഹിപ്പിക്കാനായിട്ടുള്ളത്. കാരണം ഒരു ലിമിറ്റഡ്, ഒരു സമയത്ത് ഒരു 10, 30, 40 ഒക്കെ ദേഹങ്ങളെ ദഹിപ്പിക്കാനുള്ള സംവിധാനമേ ഉണ്ടായിരിക്കുള്ളൂ. ഹരിശ്ചന്ദ്രഘാട്ട്, മണികർണിക ഘാട്ട്, അങ്ങനെ ഈ രണ്ടും അത് ഈ കാശി വിശ്വനാഥ സ്വാമിയുടെ അമ്പലത്തിൻ്റെ പേരെ പിന്നിലുള്ള സ്ഥലങ്ങളാണത്. അതിൻ്റെ ഒരു ഭാഗത്ത് അമ്പലമാണ് ഭഗവാന്റെ, മറ്റേ ഭാഗത്ത് ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ഹരിശ്ചന്ദ്രഘാട്ട്, മണികർണിക ഘാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് രണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് വളരെ വിശേഷമാണെന്നാണ് പറയുക. അപ്പോൾ അവിടെ ദഹിപ്പിച്ചാൽ അവർക്ക് കൈലാസം കിട്ടും, അതേമാതിരി മുക്തിപ്രാപ്തിയാവും എന്നൊക്കെ ഒരു ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ശരീരങ്ങൾ അവിടെ ദഹിപ്പിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും, ഒന്നിൻ്റെ പിന്നിൽ ഒന്നായിട്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണ ഗതിയിൽ കാട്ടിൽ അല്ലെങ്കിൽ ശ്മശാനത്തിൽ ദഹിപ്പിക്കുന്ന മാതിരിയൊന്നും പൂർണ്ണമായിട്ടൊക്കെ ആ ശരീരം ദഹിക്കില്ല എന്നാണ്. കുറേയൊക്കെ കഴിയുമ്പോഴേക്കും അതിനെ തട്ടിമാറ്റി വേറൊരു ശരീരം അവിടെ വയ്ക്കുന്നതാണ് ദഹിപ്പിക്കാനായിട്ട്. കാരണം അത്രയും ശരീരങ്ങൾ ക്യൂവിൽ നിൽക്കുക. അപ്പോൾ ഒരു ശരീരം അതങ്ങനെ മുഴുവൻ ദഹിച്ച് വെണ്ണീറായി എല്ലാം കഴിഞ്ഞ് അതൊക്കെ തണുത്ത് അതൊക്കെ എടുത്തു മാറ്റി പിന്നീട് വേറൊന്ന് വെച്ച് ചെയ്യാനുള്ള സമയം സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നിന് പിന്നിൽ ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെ ഏതാണ്ട് ഒരു 3/4 ഭാഗം, ഒരു 80% കത്തിക്കഴിയുമ്പോഴേക്കും അവർ അതവിടെ നിന്ന് തട്ടുന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതികളിൽ അത് മുഴുവനായിട്ടും കത്തി നശിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ അതാണ് അവിടെ ഈ കഴുകന്മാരും ഇത്തരം മൃഗങ്ങളൊക്കെ ബാക്കി ഭാഗങ്ങൾ തിന്നാനും മറ്റുമായിട്ടൊക്കെ അവിടെ ഉണ്ടാവുക എന്ന് പറയാണ്. അപ്പോൾ അതിനെവിടെ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പാതി മുക്കാല് ഇരിഞ്ഞ ശവശരീരങ്ങൾ 4 ഭാഗത്തും കിടക്കുന്നുണ്ട്. പിന്നെ വരുന്നതായിട്ടുള്ള ബന്ധുക്കളുടെ കൂട്ടക്കരച്ചിലുകൾ, അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണല്ലോ ഈ ശ്മശാനത്തിലുണ്ടാവുക. അതിനൊക്കെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പലരും അവിടെ വരുന്നുണ്ട്, പല ബന്ധങ്ങളും ഉള്ളവരുണ്ടാവും, സ്വന്തങ്ങളിലുള്ളവരുണ്ടാവും. അവരൊക്കെ അതൊക്കെ പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുക, കരയുക. അങ്ങനെയുള്ള ഈ വരുന്ന ശവശരീരങ്ങൾ കത്തിക്കാനായിട്ട് വരുമ്പോൾ അവരിൽ നിന്നും അതിനുള്ള പണം വസൂൽ ചെയ്യുക. അതാണല്ലോ ഇപ്പോൾ ഹരിശ്ചന്ദ്രന് കൊടുത്തിട്ടുള്ള ജോലി. ഇതിൻ്റെ നടുവിൽ അവരെ ചെല്ലുക, പൈസ പിരിക്കുക അവരിൽ നിന്നും. ഇതൊക്കെയാണ് ജോലി ചെയ്ത് അദ്ദേഹം നോക്കൂ, ഒരു രാജാവാണ്. ദിനം രാത്രി എന്നുള്ളതൊന്നുമില്ല, ദിവസവും രാത്രിയും ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ പിന്നെ 8 hours ഡ്യൂട്ടി, 10 hours ഡ്യൂട്ടി എന്നൊന്നുമില്ല, 24/7 ആണല്ലോ. അങ്ങനെ വരുന്ന
ശവങ്ങൾക്ക് നിശ്ചയിച്ചതായിട്ടുള്ള സംഖ്യ മേടിക്കണം. അങ്ങനെ ഉള്ള ഒരു വിഷമസ്ഥിതിയിലുള്ള ഒരു ജോലിയാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. ആകെ ഉടുത്തിരിക്കുന്ന ഒരു വസ്ത്രം അത് ഈ ശ്മശാനത്തിലുള്ള ഇതിലൊക്കെ ആയത് കാരണം കൊണ്ട് അതൊക്കെ അഴുക്ക് പിടിച്ചും കീറിയും മുഷിഞ്ഞും ഒക്കെ ഉണ്ട്. തോളിലൊരു വസ്ത്രം ഇട്ടിട്ടുണ്ട്. ശരീരമൊക്കെ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ഈ കാറ്റിലൂടെ വരുന്നതായിട്ടുള്ള ഈ ചിതാഭസ്മങ്ങളാണ് ശരീരത്തിലെല്ലാം. എങ്ങനെയാ എന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുവരുന്നതായിട്ടുള്ള ചില സാധനങ്ങൾ ഒക്കെ അവിടെ ഉപേക്ഷിച്ചു പോവും. അതായത് അരിയൊക്കെ അവിടെ ഇങ്ങനെ കൊണ്ടുവരും ധാരാളം. അതിൽ കുറച്ചൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവും. ആ ഉപേക്ഷിച്ച അരി എടുക്കുക, അവർ കൊണ്ടുവന്നതായിട്ടുള്ള ചട്ടിയോകലോ വെച്ച് എവിടെയെങ്കിലും വെച്ച് ഒരു ഇത്തിരി ചോറുണ്ടാക്കി ഇതിൻ്റെ നടുവിൽ തന്നെ ആ ചോറ് ഭക്ഷിക്കുക. നോക്കൂ എന്തൊരവസ്ഥയാണ് എന്നുള്ളത്. ഇങ്ങനെ അദ്ദേഹം 100 വർഷം എന്ന പോലെ 12 മാസം തള്ളി നീക്കി എന്നാണ് പറയണത്. അപ്പോൾ 1 വർഷമായി ഇപ്പം അദ്ദേഹം ഈ ജോലിക്ക് അവിടെ കയറിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 24ാമത്തെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നത്. ഹരിചന്ദ്രൻ്റെ കഥ തുടർന്നു കൊണ്ടുപോകണു. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് നാളെ പോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. മഹാദേവ്യൈ നമഃ.